മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരത്തിനെതിരെ കടുത്ത ആരോപണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ചിദംബരം കേവലം ദിമാഗി നക്സൽ അല്ല, ശുദ്ധനായ നക്സലാണെന്ന വിമർശനം. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നക്സലിസം അവസാനിപ്പിക്കാൻ മനഃപൂർവ്വം നടപടിയെടുത്തില്ല എന്നും കോൺഗ്രസ് നേതൃത്വം രാജ്യവിരുദ്ധ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു. लेकिन फिर भी कांग्रेस ने नक्सल को खत्म करने का कोई व्यवस्था नहीं लिया। तो मैं तो आह्वान करता हूं, जब चिदंबरम ने खुद बोला मैं दिमागी नक्सल हूं, तो उसमें एक इंक्वायरी भी साथ में होना चाहिए कि चिदंबरम क्या जानबूझ के नक्सल का खिलाफ व्यवस्था नहीं ले रहा था अब जब वो होम मिनिस्टर थे। मेरा लगता है चिदंबरम दिमागी नक्सल नहीं है, उससे भी ऊपर वाला नक्सल है, वो खुद ही नक्सल है। देश में एनार्की लाने वाला वो भी एक पूरा प्योर नक्सल है। दिमागी नक्सल उसमें नहीं अप्लाई होगा, वो प्योर नक्सल कैटेगरी में आएगा. നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. നന്ദൻ, എന്തായാലും കൃത്യമായ വിമർശനം, രൂക്ഷമായ വിമർശനം. വെറും ദിമാഗി നക്സൽ അല്ല, ശുദ്ധനായ നക്സൽ തന്നെയാണ് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങൾ ഹരിശ്രീ, ദിമാഗി നക്സൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ ഒരു പരാമർശമാണ്. അതായത് തോക്കിൻ്റെ നക്സലിസങ്ങൾ അവസാനിച്ചു, എന്നാൽ ദിമാഗി നക്സലിസം, അതായത് മാനസികമായ നക്സലിസം ഇന്നും ചിലരിൽ അവശേഷിക്കുന്നു. അവർ പല സ്ഥാനങ്ങളിലും ഇരുന്ന് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചത് അന്ന് സ്വാതന്ത്ര്യദിന ദിനത്തിൽ. അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇതിന് പ്രതികരണവുമായി പി ചിദംബരം, മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രംഗത്തെത്തുകയായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത്, അദ്ദേഹം വ്യക്തമാക്കിയത് താൻ ഈ മാനസികമായിട്ടുള്ള ഒരു മാവോയിസ്റ്റാണ് അല്ലെങ്കിൽ ഭീകരവാദിയാണ് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അസമിൽ നിന്നുമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള BJPയുടെ അതിശക്തനായ നേതാവും അതേപോലെ തന്നെ അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് ഈ നക്സലിസം അതിനുവേണ്ടി വെള്ളവും വളവും നൽകിയത് ഇത്തരത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തണം. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്നുള്ളതാണ്. അതായത് നക്സലിസം അവസാനിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പി ചിദംബരം നടത്തിയ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അതിന് നക്സലിസത്തെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പി ചിദംബരം നടത്തിയ പ്രവർത്തനങ്ങൾ, അത് എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണിപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കോലാഹലങ്ങൾ, രാഷ്ട്രീയ കൊടുങ്കാറ്റ് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കൂടുതൽ BJP നേതാക്കളുടെ പ്രതികരണമുണ്ടാകും. പ്രത്യേകിച്ച് രാജ്യത്ത് നിന്ന് ഇത്തരത്തിൽ നക്സലിസം പൂർണ്ണമായും മാവോയിസം തുടച്ചു നീക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും താൻ മാനസികമായി മാവോവാദിയാണ്, നക്സലാണ് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തുന്നത് സ്വാഭാവികമായും അത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു, അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ വെല്ലുവിളി എന്ന നിലയിൽ തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ആര്യശ്രീ, വ്യക്തമാണ്. മുൻ ആഭ്യന്തരമന്ത്രി പി ചിദംബരം ശുദ്ധമായ ഒരു നക്സൽ തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.